ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിനു വേണ്ടി 5-6 കഷ്ണം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളിയും കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 6 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് വീണ്ടും അതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. സൂപ്പ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയൊന്നും ഇല്ലാതെ കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സെലറിയും സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഒക്കെ ചേർത്തതിന് ശേഷം സൂപ്പ് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു നൂൽ പരുവത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ സൂപ്പ് ഇവിടെ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം.